എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കുന്നതോടെ തന്നെ സംസ്ഥാനത്ത് മത്സ്യത്തിന്റെ ലഭ്യതയിൽ വലിയ കുറവുണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വരും മാസങ്ങളിൽ മത്സ്യത്തിന് വലിയ രീതിയിലുള്ള ക്ഷാമം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. അതായത് നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിക്കും. അതുകൊണ്ട് തന്നെ മത്സ്യത്തിന്റെ ലഭ്യത, ചെറു മത്സ്യങ്ങളെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. മത്തി, അയല, നെത്തോലി പോലുള്ള മത്സ്യങ്ങൾ ഇനി ലഭിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ഈ മത്സ്യത്തിനുള്ള ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന മാറ്റം, അമിതമായ ചൂട് വർദ്ധിക്കുന്നത്, ഇതെല്ലാം വലിയ രീതിയിൽ ബാധിക്കും. അതോടൊപ്പം തന്നെ കിഴക്കൻ കടൽ ഭാഗം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് അറബിക്കടലിലൊക്കെ, അതായത് കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലെല്ലാം ശാന്തമായ സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വലിയ തടസ്സമുണ്ടാകില്ലെങ്കിൽ പോലും മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ മത്സ്യത്തിൻ്റെ ഒരു ലഭ്യതയ്ക്ക് വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും. മാത്രമല്ല അടുത്ത വേനലിൽ കൂടെയും മത്സ്യത്തിൻ്റെ ലഭ്യത കുറയും എന്നുള്ള മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ മത്സ്യത്തിന് വില കൂടുന്നതിനും ഇത് കാരണമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.